പടവുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണുള്ളത്. കോഴിക്കോട് മാങ്കാവുള്ള ചാണക്യ ബിസിനസ് സ്കൂൾ. എന്താണ് ചാണക്യ ബിസിനസ് സ്കൂൾ എന്നും അവിടുത്തെ കോഴ്സ് എന്താണെന്നും ഒപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ജോലി അഷ്യൂർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ചാണക്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടതുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ചാണക്യ ബിസിനസ് സ്കൂൾ കറസ്പോണ്ടന്റ് അഞ്ജനിയാണ് നമുക്കൊപ്പമുള്ളത്. വെൽക്കം അഞ്ജനി. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ അഞ്ജനി, എന്താണ് ഈ CMA USA കോഴ്സ് എന്ന് പറയുന്നത്? ആർക്കൊക്കെ ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കും? CMA USA എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ബേസ്ഡ് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇത് IMA എന്ന് പറയുന്ന 100+ ഇയേഴ്സ് ലിഗസി കീപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണ് CMA USAയുടെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് 150+ കൺട്രീസിൽ ഇത് വാലിഡ് ആണ്, അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്കും എനി സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് സ്ട്രീം ആയിക്കോട്ടെ, +2 കഴിഞ്ഞ കുട്ടികൾക്കും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും ഈക്വലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ് CMA USA. ഓക്കെ, അപ്പം ഇവിടെ ഓൾമോസ്റ്റ് എത്ര കുട്ടികളൊക്കെ ഉണ്ട്? കറൻ്റ്ലി ചാണക്യയിൽ ഓൾമോസ്റ്റ് 1200+ സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ. എല്ലാവരും മലയാളി പിള്ളേരാണോ അല്ലെങ്കിൽ മലയാളികളല്ലാത്ത കുട്ടികളും പഠിക്കുന്നുണ്ടോ? എല്ലാവരും മലയാളികളാണ്. കേരളത്തിൽ ഓൾമോസ്റ്റ് 14 ജില്ലയിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. ഇതിന് പുറമേ തന്നെ നമുക്ക് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള മലയാളി കുട്ടികൾ, ബാംഗ്ലൂർ ബേസ്ഡ് അല്ലെങ്കിൽ പൂനെ, ഡൽഹി എന്നെല്ലാം സ്റ്റുഡൻസ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടെ വന്ന് നിന്ന് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ കൂടിയിട്ടാണ്. ഇതുകൂടാതെ നമുക്ക് ഗ്ലോബൽ ലെവൽ സ്റ്റുഡൻറ്റ് ബേസ് ഉണ്ട്. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം, പ്യുവർ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചാണക്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂളും അതിന് അവൈലബിൾ ആണ്. സോ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഹോസ്റ്റലും അക്കോമഡേഷൻ അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ചാണക്യയിൽ അവൈലബിൾ ആണ്. PG ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഞാൻ +2 ശേഷമാണ് ചാണക്യ ബിസിനസ് സ്കൂളിൽ ജോയിൻ ചെയ്ത്. അപ്പം ഞാനൊരു നോൺ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഈ കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ചിന്തിക്കും. ആ ടൈമിലാണ് ഞങ്ങൾക്ക് ബേസ് ക്ലാസ് കിട്ടിയത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നല്ല ബേസ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ CBSE കുറിച്ച് പറയുകയാണെങ്കിൽ ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വരുന്ന വഴി ഇങ്ങോട്ടേക്ക് ചാണക്യയിലേക്ക് വരുന്ന വഴി ഒരുപാട് CMA USA ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരസ്യങ്ങൾ കണ്ടു. എന്താണ് അവയിൽ നിന്നും ചാണക്യയെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്? ചാണക്യ ബിസിനസ് സ്കൂൾ എന്ന് പറയുമ്പോൾ IMAയുടെ പ്ലാറ്റിനം അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് പ്ലാറ്റിനം ലെവലിലേക്ക് കയറിയ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ചാണക്യ ബിസിനസ് സ്കൂൾ. ഇതുകൂടാതെ നമ്മൾ GLEM ഇൻ്റർനാഷണലിൻ്റെ ഹൈലി റേറ്റഡ് മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഗ്ലോബൽ ലെവൽ സ്റ്റുഡൻസ് ചാണക്യയിൽ വന്ന് പഠിക്കുന്നുണ്ട്. നമുക്ക് ഹയർ റിസൾട്ട്സ് വരാനായിട്ടുള്ള റീസൺ മെയിൻലി നമ്മളുടെ എക്സാമിനേഷൻ റീടേക്ക് ഓഫർ തന്നെയാണ്. ഇതുവഴി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ പാരൻസിനാണെന്നുണ്ടെങ്കിലും എക്സാം റീടേക്ക് പേയ്മെൻറ്റിനെ പറ്റിയിട്ട് ഓർത്ത് വറീഡ് ആവേണ്ടതില്ല. അവർക്ക് അതിലൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ആക്ച്വലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ക്യാമ്പസ് അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രതീക്ഷ. പക്ഷേ ചാണക്യ നമ്മൾ വന്ന് നോക്കി കാണുമ്പോൾ വലിയൊരു ക്യാമ്പസ് ആണല്ലോ ഇത്, അല്ലേ? അതെ, നമ്മൾ ചാണക്യ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 4 to 5 സ്റ്റുഡൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000+ 1200+ സ്റ്റുഡൻസ് ആണ് നിലവിലുള്ളത്. നമ്മൾ 2015 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റുഡൻറ്റ് ബേസിൽ നിന്ന് ഇത്രത്തോളം ഒരു ഹയർ നമ്പേഴ്സ് വരാനായിട്ടുള്ള റീസൺ നമ്മൾ മെയിൻലി ഒരു ഫോക്കസ് ചെയ്യുന്ന ക്വാളിറ്റിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും റിസൾട്ട്സും ഇത്രയും സ്റ്റുഡൻസും വന്ന് പഠിക്കുന്നത്. അക്രോസ് ദ ഗ്ലോബ് നമുക്ക് അലുമിനീസും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ടുവരുന്ന കുട്ടികളാണ് മെയിൻലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്നത്. ഓക്കെ, ആക്ച്വലി നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് അഷ്യൂർ ചെയ്യുന്നത്? ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും എന്ത് അഷുറൻസ് ആണ് കൊടുക്കുന്നത്? ഓക്കെ, പാരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റുഡൻസിന് 2-3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അവർക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്സ്. സോ നമ്മൾ ചാണക്യ അതെങ്ങനെ അഷ്യൂർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ് ആകുന്നത് വരെയുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അവർക്കിപ്പോൾ ചില കുട്ടികൾ ചിലപ്പോൾ ഒരു 15 to 16 months എടുത്ത് പഠിക്കുന്നവരായിരിക്കാം, ചിലർ കുറച്ചും കൂടി ടൈം എടുത്ത് പഠിക്കുന്നവരായിരിക്കാം. നമുക്ക് പേഴ്സണലി കൊടുക്കാൻ പറ്റുന്ന ഒരു അഷുറൻസ് എന്ന് വെച്ചാൽ
വെച്ചാൽ അവർ പാസ്സാകുന്നത് വരെ നമ്മളിവിടെ 100% സപ്പോർട്ട് സ്റ്റുഡൻസിന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇത് കൂടാതെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടോപ്പ് മോസ്റ്റ് മൾട്ടിനാഷണൽ കമ്പനീസായ ഇൻഫോസിസ്, എക്സെഞ്ചർ, ബിഗ് ഫോർ എല്ലാവിടെയും നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പാക്കേജ് സാലറി പെർ ആനം 10 lakhs വരെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് നമ്മൾ കോകരിക്കുലർ ആക്ടിവിറ്റീസിന് കൂടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇസ് അവർ വെൽത്ത് എന്ന് പറയും. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് നമ്മുടെ ടാലൻറ്റ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം കൂടിയിട്ട് നമുക്ക് എവിടെയാണെങ്കിലും നമുക്കത് കിട്ടണം. സോ നമ്മളിവിടെ കൾച്ചറൽസിനാണെന്നുണ്ടെങ്കിലും ടോർണമെൻറ്റ്സിനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കോളേജ് എക്സ്കർഷൻസ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ക്രിസ്മസ്, ഓണം എല്ലാ ഫെസ്റ്റിവൽസും നമ്മളിവിടെ, ഇഫ്താർ എല്ലാം നമ്മൾ നിങ്ങൾക്കത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേജിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. എല്ലാത്തിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് നമ്മൾ ATP എന്ന് പറയുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെഷൻ കൂടിയിട്ട് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ATP എന്ന് വെച്ചാൽ അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം. സോ ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെഷനാണ്. ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, മൈക്രോസോഫ്റ്റ് എക്സൽ, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ്. സോ ഇതുവഴി കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂസ്, എങ്ങനെയൊക്കെയാണ് മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കേണ്ട മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട്. സോ ഇതുവഴി കുട്ടികൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഒരു CMA പ്രൊഫഷണൽ ആകാനായിട്ട് പറ്റുന്നു. ഞാൻ ചാണക്യയിൽ 2022 ജോയിൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ 1 month മുന്നേ ഞാൻ CMA ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. എനിക്ക് ഇവിടെ എക്സാമിൻ്റെ സമയത്തായാലും പ്ലേസ്മെൻറ്റ് സമയത്തായാലും ചാണക്യ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമിൻ്റെ സമയത്ത് ഇവർ ഓഫർ തന്നിരുന്നു, അതായത് നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ റീടേക്കിൻ്റെ ഫീ ഇവരടക്കാമെന്ന്. പക്ഷേ ഞാൻ സിംഗിൾ അറ്റംപ്റ്റിൽ തന്നെ രണ്ടും ക്വാളിഫൈ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പെക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്. നല്ലൊരു പാക്കേജാണ് അവർ എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അതിനും ചാണക്യയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിപ്പോൾ അഞ്ജനി പറഞ്ഞു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി അങ്ങനെ വരുമ്പോൾ അത് കുട്ടികൾക്ക് അതൊരു ബേർഡൻ ആവില്ലേ? പ്ലസ് നിങ്ങൾ എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓക്കെ, ഒരു കോഴ്സ് ഇപ്പോൾ CMA USA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആക്ച്വലി ഷോർട്ട് ടേം ഡ്യൂറേഷൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ എല്ലാ കുട്ടികളും ഈക്വലായിട്ട് ഒരു 8 to 9 months കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ 1 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാലിബർ ഉള്ളവരായിരിക്കില്ല. വലിയ ചാണക്യയിൽ ഇവിടെ എല്ലാ കുട്ടികളാണെന്നുണ്ടെങ്കിലും എക്സ്ട്രോഡിനറി ആണെന്നുണ്ടെങ്കിലും വീക്ക് ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരെയും നമ്മൾ മിനിമം ഡ്യൂറേഷൻ 15 to 16 months ആണ് പറയുന്നത്. ഞാൻ ഒരിക്കലും അതിൽ കുറഞ്ഞൊരു ടൈം ഒരിക്കലും നമ്മളിവിടെ ഓഫർ ചെയ്ത് പഠിപ്പിക്കാറില്ല. സോ ഇതുവഴി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എത്രത്തോളം കൂടുതൽ ടൈം എടുക്കുന്നു അത്രത്തോളം നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ ടൈം എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട്സ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഇൻ കേസ് ഈ ഒരു സ്റ്റുഡൻറ്റ് വരുവാണ്, അപ്പോൾ അവർക്ക് ഒരു 15 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എത്ര ടൈം അവർ എടുക്കുന്നു അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് റെഡിയാണ്. നമ്മൾ പറയില്ലേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയും. സോ ഇതുകൊണ്ടാണ് നമുക്കൊരു നല്ല റിസൾട്ടിലേക്ക് വന്ന് എത്തിക്കാൻ പറ്റുന്നത്. നമ്മൾ പ്ലേസ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 100% പ്ലേസ്മെൻറ്റ് അഷുറൻസ് നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ, അസിസ്റ്റൻസും അഷുറൻസ് എല്ലാം കൊടുക്കുന്നതിന് കാരണം നമ്മുടെ അലുമിനീസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറൗണ്ട് ദ ഗ്ലോബ് നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് മൾട്ടിനാഷണൽ കമ്പനീസായ എക്സെഞ്ചർ, ഇൻഫോസിസ്, ബിഗ് ഫോർ, കോഗ്നിസൻറ്റ്, TCS എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ വഴി നമുക്ക് റെഫറൽസ് കിട്ടുന്നുണ്ട്. കമ്പനീസ് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെ റെഫർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മളൊരു പ്ലേസ്മെൻറ്റ് ഒരു നമുക്ക് 100% ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഓവർസീസ് പ്ലേസ്മെൻറ്റ്സും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവിടെയും നമുക്ക് UAE-ലാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്പിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. സോ അറൗണ്ട് ദ ഗ്ലോബ് നമുക്ക് ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അസിസ്റ്റും ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റുഡൻസിന്. ചാണക്യയ്ക്ക് ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നത്? ചാണക്യ ബിസിനസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഇപ്പോൾ വരെ നമ്മൾ ബ്രാഞ്ചസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ, അല്ലെങ്കിൽ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത്രത്തോളം റിസൾട്ട്സ് പ്ലാറ്റിനം ലെവൽ അംഗീകാരങ്ങൾ നമ്മൾ മേടിച്ചെടുക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ക്വാളിറ്റിയാണ്.
ആ ക്വാളിറ്റി നമ്മൾ ഡെലിവർ ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പൂളാണ്. ഇപ്പോൾ നമ്മൾ പല ബ്രാഞ്ചസ് ആയിട്ട് തുടങ്ങും. നമ്മളിപ്പോൾ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളിപ്പോൾ ഒരു തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലെ നമ്മൾ പോയി ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്റ്റാർട്ട് ചെയ്താൽ വരുന്നൊരു പ്രശ്നം നമ്മുടെ ഫാക്കൽറ്റി പൂൾ, ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഫാക്കൽറ്റിക്ക് കൊടുക്കുന്ന ക്വാളിറ്റി മറ്റൊരു ഫാക്കൽറ്റിക്ക് അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഫാക്കൽറ്റിക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ഇവിടെ ടീച്ച് ചെയ്യുന്ന എല്ലാവരും പെർമനൻറ്റ് ഫാക്കൽറ്റീസ് ആണ്. 10+ ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് മൾട്ടി കമ്പനീസ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇവർ കുട്ടികൾക്ക് ഡെലിവർ ചെയ്യുന്ന ക്വാളിറ്റി പലയിടത്തും പോയി അവർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികളെയും ബാധിക്കും. ചിലപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിനെ കൂടിയിട്ട് അത് എഫക്റ്റ് ആകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. സോ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല. നമുക്ക് 14 ജില്ലയിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതിന് മെയിൻ റീസൺ 100% റീസൺ നമ്മുടെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പൂളാണ്. നമുക്ക് കൊല്ലം മുതൽ ട്രിവാൻഡ്രം, കാസർഗോഡ് വരെയുള്ള സ്റ്റുഡൻസ് കാലിക്കറ്റ് വന്ന് നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് ചാണക്യ ഈ ഒരു ഘട്ടത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ? We focus on quality. As of now, നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. So in future maybe. ആഫ്റ്റർ ഡിഗ്രി CMA US തന്നെയായിരുന്നു എടുക്കാൻ പ്ലാൻ ചെയ്തത്. ആസ് യൂഷ്വൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ചാണക്യ ബിസിനസ് സ്കൂളിനെ പറ്റിയിട്ട് അറിഞ്ഞത്. ഇവിടെ എന്നെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത് ഇവർ ഫസ്റ്റ് പാർട്ട് ക്വാളിഫൈഡ് ആയതിനു ശേഷം മാത്രമാണ് നെക്സ്റ്റ് പാർട്ടിലോട്ടേക്ക് വിടുന്നത്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ബേസിക്കലി ഈ CMA US എന്ന് പറയുന്നത് ഒരു US കോഴ്സ് ആണല്ലോ. അപ്പം അതിന് ഇന്ത്യയിലെ ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇന്ത്യയിൽ ഇത് ബേസിക്കലി ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് 150+ കൺട്രീസിൽ ഇത് അക്സെപ്റ്റഡ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പോലെയുള്ള ഒരു കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള, കാരണം CMA US ചെയ്യുന്ന ഒരു കുട്ടി ഒരു ഫൈനാൻസ് പ്രൊഫഷണലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസാണ് ഫൈനാൻസ് പ്രൊഫഷണൽസിന് കയറി വരുന്നത്. സോ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും ഓൾമോസ്റ്റ് മോർ ദാൻ 500 കമ്പനീസ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ആക്ച്വലി ഇനിയും CMAസിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ് ആണ്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പം ഈ TV-യിൽ ഗ്രാജുവേഷൻ സെറമണി വീഡിയോ കണ്ടു. അപ്പം അത് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് നടത്തുന്നത്. ആക്ച്വലി എന്താണ് അതിൻ്റെ സീക്രട്ട്? നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്, നമ്മുടെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടാണ് നമുക്ക് ഇത്രത്തോളം റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. എല്ലാവരും ചോദിക്കാറുണ്ട്, സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇത്രത്തോളം റിസൾട്ട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്? മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പല ബ്രാഞ്ചസിൽ നിന്നും ഇല്ലാത്ത ഒരു റിസൾട്ട്സ് നമ്മൾ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഒരു വൈഡർ കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നതും അതേപോലെ തന്നെ പാരൻസിന് കൊടുക്കുന്ന അഷുറൻസ് ആണ് പാസ്സാകുന്നത് വരെ പഠിക്കാം. ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ നോക്കിയെടുക്കുമ്പോൾ വെൽ വേഴ്സ്ഡ് ആണോ, അവർ ഒരുപാട് എക്സ്ട്രോഡിനറി ആണോ എന്നുള്ളത് നോക്കിയല്ല. അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ, ടാലൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു അവർ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് CMA US. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പാരലലി കുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, എനി ടൈം സപ്പോർട്ട്. ഇപ്പോൾ ഫാക്കൽറ്റീസിനൊക്കെ ഏത് ടൈമിൽ വിളിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഡൗട്ട് ക്ലിയറിങ്ങിനാണെന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ എക്സാമിനേഷൻ ടൈമിലൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾമോസ്റ്റ് 2 മാസം മുന്നേ വരെ എല്ലാ വിൻഡോസിലും 2 മാസം മുന്നേ വരെ കുട്ടികൾക്ക് നൈറ്റ് വരെ പഠിക്കാനായിട്ട്, ഈവൺ ഓവർ നൈറ്റ് വരെ ഇരുന്ന് പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അവർ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ആരെങ്കിലും കോർഡിനേറ്റേഴ്സ് പോയിട്ട് അത് ക്ലോസ് ചെയ്യുന്നത്. സോ ഇത്രത്തോളം സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്, എൻഡ് വരെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ റിസൾട്ട് നമ്മൾ ഇത്രത്തോളം ഗ്രാജുവേറ്റ്സിനെ നമ്മൾ ഇത്രത്തോളം CMA ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് അഷുറൻസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസ് കൊണ്ടും കുട്ടികൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഒരിക്കലും 8 months 9 months അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോമിസസ് നമ്മൾ കൊടുക്കാറില്ല. സോ ഞാൻ അത് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ടൈം എടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഒരു തോന്നലുണ്ടാവും നമ്മൾ ഏറ്റവും പെട്ടെന്ന് പഠിച്ചിറങ്ങാം, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാം എന്നുള്ളൊരു തോട്ട് വരും. സോ എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എവിടെയെങ്കിലൊക്കെ നമുക്കൊരു തെറ്റ് പറ്റി പോകാൻ ചാൻസസ് ഉണ്ട്. സോ നമ്മളത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്ന
ചെയ്യുന്ന സമയത്ത് നമുക്കത് റിസൾട്ടിലോട്ട് എത്താനായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയായിരിക്കും. സോ ഓഫ് കോഴ്സ് നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ടും കുട്ടികൾ അത്രത്തോളം ടൈം എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർക്ക് ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീസിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പാക്കേജിലൂടെ തന്നെ, കാരണം വിദേശത്തോട്ട് പോകേണ്ടി വരുന്നില്ല, ഇവർക്ക് ഇന്ത്യയിൽ തന്നെ നിന്ന് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ അവർ പഠിക്കുന്ന കൺസെപ്റ്റുകൾ വളരെ തറവായിട്ടും ഡീപ്പറായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഫാക്ട്. ഇപ്പം ഒരു ഫിനാൻഷ്യലി ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് അഫോർഡബിൾ ആണോ? തീർച്ചയായിട്ടും അഫോർഡബിൾ ആണ്. ഇപ്പോൾ ബുദ്ധിമുട്ട് ഉള്ള സ്റ്റുഡൻസിന് ചാണക്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും സ്റ്റുഡൻസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് മാത്രം ടിൽ നൗ വർക്ക് ചെയ്യുന്നവരാണ്. സോ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മളത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസിൻ്റെ ലോൺ അങ്ങനെയുള്ള ഫെസിലിറ്റീസും നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എക്സ്റ്റെൻഡഡ് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീംസ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കറിയാം എക്സാം റീടേക്ക് ഓഫർ ത്രൂ നമ്മൾ ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ റീടേക്ക് പേയ്മെൻ്റ് ആണ് നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം നമുക്കത് കുട്ടികൾക്ക് കോപ്പപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചാണക്യയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഫീസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു അഷുറൻസ് എനിക്ക് തരാൻ പറ്റുന്നത് നിങ്ങളിവിടെ അടയ്ക്കുന്ന ഫീസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴായിരിക്കും. നിങ്ങൾ അടയ്ക്കുന്ന ഒരു ഫീസിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു 1 month സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഫീസിൽ എന്താ പറയുക ഇതാകുന്നില്ല, കൂട്ടുന്നില്ല. സോ അത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക സാലറി പാക്കേജിലോട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾക്ക് വൺസ് ഒരു CMA പ്രൊഫഷണൽ ആകുന്ന സമയത്ത്. തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്ത് പോകാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സും ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ജോബിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ആഫ്റ്റർ BCom നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CMA US പറ്റി അറിയുന്നതും CBSE പറ്റി അറിയുന്നതും. ദെൻ ഇവിടെ വന്ന് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. നമ്മുടെ ത്രൂ ഔട്ട് ജേർണിയിൽ നമ്മളെ പാസ്സാക്കി എടുക്കാൻ മാത്രമല്ല നമ്മളെ ഒരു സ്കിൽഡ് പ്രൊഫഷണൽസ് ആക്കി എടുക്കാനുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അഞ്ജലി, നമ്മളിപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സിലബസ് ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, CMA USA എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ്, മാനേജ്മെൻറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷനാണ്. സോ ഇതിൽ മെയിൻലി കുട്ടികൾക്ക് 2 പാർട്ട് എക്സാമിനേഷൻസ് ആണ് വരുന്നത്, Part 1 ആൻഡ് Part 2. സോ ഈ ഇത് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒരു CMA പ്രൊഫഷണലാണ്. ആൻഡ് വൺ മോർ തിങ്, അവർക്ക് 2 എക്സാമിനേഷൻ ആണെന്ന് പറഞ്ഞു. ഇതിൽ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മോഡ്യൂൾസ് ആണ് കവർ ചെയ്യുന്നത്. ഇവർ ഡിഗ്രിയിലും അല്ലെങ്കിൽ ഈവൻ 12th പഠിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ CMAയിൽ നമുക്കിതിൽ കവർ ചെയ്ത് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് അവർക്കൊരു നോളജ് എന്തായാലും ഉണ്ടാവും. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് നോളജ് അവർക്ക് അതുവഴി കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണെങ്കിലും വളരെ ഫ്ലെക്സിബിൾ ആണ്. ബിക്കോസ് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻസ് ആണ് വരുന്നത്. 75 to 80% ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 20 to 25% essay ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഡൊമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 360 out of 500 ആണ് നമുക്ക് സ്കോർ വേണ്ടത്. അതുകൂടാതെ ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്ലോബൽ പാസിംഗ് റേറ്റ് മോർ ദാൻ 50% ഉള്ള ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ് CMA USA. സോ ലോകമെമ്പാടും ഇത്രത്തോളം കുട്ടികൾ ഇത് വിജയിക്കുന്നുണ്ട്. സോ നമ്മളുടെ കൺവേർഷൻ റേറ്റ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇത്രത്തോളം കൺവേർഷൻ റേറ്റ് ഇരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചാണക്യയ്ക്ക് എങ്ങനെയാണ് കൺവേർഷൻ റേറ്റ് അല്ലെങ്കിൽ പാസിംഗ് റിസൾട്ട്സ് എങ്ങനെയാണെന്നുള്ളത്. സോ നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മളുടെ കോൺവക്കേഷൻ സെറിമണിയിൽ തന്നെ നമ്മളുടെ ഒരു കൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കൗണ്ടാണ്. അതിൽ പലരും ജോലി ചെയ്യുന്നവരായതുകൊണ്ട് പലർക്കും ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല. എങ്കിലും നമുക്ക് അതിലും കൂടുതൽ റിസൾട്ട് കൗണ്ട് ഉള്ളതാണ്. സോ നമുക്ക് കാണിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു നമ്പർ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ഒരു കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് കൺവേർഷൻ റേറ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എഴുതുന്ന കുട്ടികളിൽ ഓൾമോസ്റ്റ് 80 മുതൽ 90% കുട്ടികൾക്കും വിജയിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ നമ്മൾ കൊടുക്കുന്ന റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സും മോക്ക് ടെസ്റ്റും നമ്മുടെ റീടേക്ക് ഓഫേഴ്സും ആണ്. ഇതിൻ്റെ ഒപ്പം ആഡ് ഓൺ ചെയ്തിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചാണ്. അവരുടെ ക്വാളിറ്റീസ് ഒക്കെ എങ്ങനെയൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്? ഓക്കെ, ചാണക്യ ബിസിനസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 2015 നമ്മൾ തുടങ്ങിയത്.
അപ്പോൾ മുതലുള്ള ഫാക്കൽറ്റീസ് നമുക്ക് ഇപ്പോൾ വരെ പഠിപ്പിക്കുന്നുണ്ട്, ചാണക്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി പൂൾ ഇവിടെയുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ഒരു ഗുഡ് എൻവയോൺമെൻ്റ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി, ആസ് ഓൾറെഡി സെഡ്, ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസ് ആണിത്. കാരണം നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മളുടെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവരും അത്രത്തോളം കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെൽഫെയറിന് കൺസിഡർ ചെയ്ത്, നോട്ട് ഓൺലി പ്രോഫിറ്റ് മേക്കിംഗ്, എല്ലാവർക്കും പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഒരു മെയിൻ മോട്ടീവായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന വെൽഫെയറിനെയാണ്. സോ മറ്റുള്ളവരുടെ നന്മകൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കും. സോ നമുക്ക് ഇവിടെ മെയിൻലി സ്റ്റുഡൻസ് ഹാപ്പി ആവണം, സാറ്റിസ്ഫൈഡ് ആവണം. അതിന് നമ്മളൊരു നല്ല ഫാക്കൽറ്റീസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഹോൾഡേഴ്സ് ആണ്. CA, ഇന്ത്യൻ CMA, SCA, CMA USA അല്ലെങ്കിൽ IFRS, അവർ ഡബിൾ PG എടുത്തവരാണ്. PhD ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. സോ നിങ്ങൾക്ക് തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കാം, ഇത്രത്തോളം ക്വാളിഫിക്കേഷൻസ് വരുന്ന സമയത്ത് കുട്ടികൾ ഏത് സൈഡിൽ നിന്ന് ഡൗട്ട്സ് ചോദിച്ചാലും അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ഈ പറയുന്നത് സിലബസ് പോയിന്റ് ഓഫ് വ്യൂ നിന്നും അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. സോ ഇത് കൂടാതെ തന്നെ ഇവരെല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, യങ് ഫാക്കൽറ്റീസ് ആണ് ആൻഡ് വെൽ എക്സ്പീരിയൻസ് കൂടിയിട്ടാണ്. സോ അവർക്ക് തീർച്ചയായിട്ടും ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതി മുതലേ പഠിപ്പിച്ച് തുടങ്ങാൻ പറ്റും. ഓക്കെ, എനിവേ ഇത്രയും സമയം കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ചാണക്യ ബിസിനസ് സ്കൂളിനെ കുറിച്ചിട്ട് അഞ്ജനി പ്രേക്ഷകർക്ക് നൽകിയെന്ന് തോന്നുകയാണ്. താങ്ക് യു സോ മച്ച് അഞ്ജനി. താങ്ക് യു.